ബി.ജെ.പി. നേതാവായ അരുൺ ജെയ്റ്റ്ലി രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവിനെ ഒരിക്കൽ ഭീഷണിപ്പെടുത്തി. അത് 2020 കാലഘട്ടത്തിലാണ്. അതായത് കർഷക സമരം നടക്കുമ്പോൾ ഇതിൽ പങ്കെടുത്താൽ തന്നെ അങ്ങനെ ചെയ്തു കളയും, ഇങ്ങനെ ചെയ്തു കളയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഇതാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയുന്നത്. വാസ്തവം എന്തായിരിക്കും? എന്ത് വാസ്തവം? അതായത് രാഹുൽ ഗാന്ധി ഈ ട്രംപിൻ്റെ അവസ്ഥയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് തോന്നുന്നു. ഇങ്ങനെ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുക. മതിഭ്രമം അല്ലേ? സ്ഥല ചില വിഭ്രാന്തി എന്നൊക്കെ പറയാറുണ്ട്. അതായത് ഇന്നലെ കോൺഗ്രസിൻ്റെ ആനുവൽ ലീഗൽ കോൺക്ലേവ്, അതായത് അഭിഭാഷകരും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ കോൺഗ്രസ്സുകാരായ, അവരുടെ കോൺക്ലേവിൽ, അതായത് അവരുടെ സമ്മേളനത്തിൽ ആണ് രാഹുൽ ഗാന്ധി കുറേ കാര്യങ്ങൾ പറഞ്ഞത്. ഇതല്ലാത്ത പിച്ചും പേയും പറഞ്ഞിട്ടുണ്ട്. ഈ റിഗ്ഗിങ് വഴിയാണ് മോദി പ്രധാനമന്ത്രിയായത്, 70, 80, 100 എന്ന് പറഞ്ഞാൽ ഒരു കൃത്യതയില്ല. ഈ ONV കുറുപ്പിൻ്റെ കവിതയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സിനിമാ പാട്ടിലൊക്കെ ആരോ ഏതോ എന്തോ എങ്ങനെയോ എന്നുള്ള പ്രയോഗങ്ങൾ ധാരാളം വരും ഈ ONVയുടെ കവിതകളിൽ. എന്ന് പറഞ്ഞാൽ ONV കുറുപ്പിനൊരു നിശ്ചയമില്ല എന്നുള്ളതാണല്ലോ. ആരോ ഏതോ ഏകാംഗ എന്നൊക്കെ പറഞ്ഞിട്ട് രാഗം എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും കാണാൻ എന്ന് പറഞ്ഞ പോലെ ഒരു പിടിയില്ല. 70, 80, 90, 100 സീറ്റ് റിഗ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യതയില്ല രാഹുൽ ഗാന്ധിക്ക്. മറ്റേ ബൂത്ത് പിടിച്ചിട്ടുണ്ട്, സീറ്റ് റിഗ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൃത്യമായി ഡാറ്റ ഉണ്ടെങ്കിൽ ഡാറ്റ ഞങ്ങൾ പുറത്തു വിട്ടാൽ ആളുകൾ വിഷമിക്കും എന്നൊക്കെ, ഷോക്കടിക്കും മോദിക്ക് എന്നൊക്കെ ഇയാൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡാറ്റ കൃത്യമായിട്ട് പുറത്തു വിടണ്ടേ? ഇയാൾ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ പോഴത്തമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്ര തവണ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? പുതിയ വോട്ടർമാരെ ലക്ഷക്കണക്കിന് ചേർത്തു എന്നൊക്കെയല്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്നത്. കുറേ ആളുകൾ, മരിച്ച ആളുകളൊക്കെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പിന്നെ വോട്ടർ പട്ടിക എപ്പോഴും പുതുക്കാറുണ്ട് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ. കോൺഗ്രസിൻ്റെ ഏജന്റുമാരും ഒക്കെ കരട് വോട്ടർ പട്ടികയൊക്കെ ഇവർ നോക്കണമെന്ന് നിയമമുണ്ട്. അന്നൊന്നും ഒരു പരാതി ഉണ്ടായിട്ടില്ല. അതാണ് അതിൻ്റെ അവസ്ഥ. അതൊക്കെ വീണ്ടും ഇന്നലെ ഈ ലീഗൽ കോൺക്ലേവിൽ ഇയാൾ പറഞ്ഞു, രാഹുൽ ഗാന്ധി. എന്നിട്ട് പറഞ്ഞു BJPക്ക് ഇങ്ങനെ സ്വീപ്പിംഗ് മഹാരാഷ്ട്രയിലൊക്കെ ചെയ്ത പോലെയുള്ള ഒരു വിജയത്തിനുള്ള ശേഷി ആ പാർട്ടിക്കില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. BJP അല്ലാതെ ഇത്രയും ശേഷിയുള്ള വേറൊരു പാർട്ടി ഇല്ലേ? ഇത്രയും ജനങ്ങളുടെ പിന്തുണ, RSS പോലൊരു സംഘടനയുടെ പിന്തുണ, ഇതുപോലെ ശേഷിയുള്ള വേറൊരു പാർട്ടി ഇവിടെ ഇല്ല എന്നിട്ടാണ് പറയുന്നത്. എന്നിട്ട് അയാൾ പറയുക, രാഹുൽ ഗാന്ധി, ഞങ്ങൾ ഡാറ്റ പുറത്തിറക്കിയാൽ ഞെട്ടിക്കലിൻ്റെ തരംഗങ്ങൾ, ഷോക്ക് വേവ്സ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു അണുബോംബായിരിക്കും എന്നും രാഹുൽ ഗാന്ധി പറയുന്നു. തെരഞ്ഞെടുപ്പ് ദിവസം ഇങ്ങനെ ധാരാളം സ്ഥലത്ത് റിഗ്ഗിങ് നടത്തിയിട്ടുണ്ട് ഇവർ. പിന്നെ പ്രധാനമന്ത്രി മോദിക്കുള്ളത് നേരിയ ഭൂരിപക്ഷം മാത്രമാണ്. അത് റിഗ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് ഈ നേരിയ ഭൂരിപക്ഷം. 240 സീറ്റ് മാത്രമാണല്ലോ കിട്ടിയത്. 272 ഭൂരിപക്ഷത്തിന് വേണ്ടത്. പക്ഷേ സഖ്യകക്ഷികളുടെയും കൂടി സീറ്റുകൾ കൊണ്ട് ഭരിക്കുന്നുണ്ട്. എന്നാലും ഈ തുടർച്ചയായിട്ടുള്ള വിജയമല്ലേ, മോദിയല്ലേ തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രി എന്നുള്ള റെക്കോർഡിലേക്കും വന്നത്. കർണാടകത്തിൽ 1.5 ലക്ഷം വ്യാജ വോട്ടർമാർ ഉണ്ടായിരുന്നു എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അപ്പം ബീഹാറിലിപ്പോൾ 10-40 ലക്ഷത്തിൻ്റെയും 50 ലക്ഷത്തിൻ്റെയൊക്കെ കണക്ക് വരുന്നില്ല, മരിച്ചവരും വ്യാജ വോട്ടർമാരും എല്ലാമായിട്ട്. അപ്പോൾ വെള്ളിയാഴ്ച രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഒരു ആറ്റം ബോംബ് കയ്യിലുണ്ട്, ഇതിൻ്റെ തെളിവ് പുറത്തു വിടുന്നു. പക്ഷേ ഇങ്ങനെ പുറത്തു വിട്ട് കഴിഞ്ഞപ്പോൾ ശനിയാഴ്ച പറഞ്ഞപ്പോൾ ഇത് നനഞ്ഞ പടക്കമായിപ്പോയി. ആറ്റം ബോംബും ഉണ്ടായിരുന്നില്ല, ഒന്നുമില്ല. ഇലക്ഷൻ കമ്മീഷൻ വോട്ടുകൾ കട്ടെടുക്കുന്നു, കൊള്ള ചെയ്യുന്നു എന്നാണ് ഈ പറയുന്നത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ കൃത്യമായ ഡാറ്റ വേണമല്ലോ ഇങ്ങനെ ഒരു ആരോപണം കൊണ്ടുവരുമ്പോൾ. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടനെ പറഞ്ഞു നിരുത്തരവാദപരമായിട്ടാണ് ഇയാൾ സംസാരിക്കുന്നത്, അടിസ്ഥാനരഹിതമാണ്. ഇത്രയൊക്കെ രാഹുൽ ഗാന്ധി ഈ വക്കീൽമാരുടെ സമ്മേളനത്തിൽ സംസാരിച്ച ശേഷം ആണ് അരുൺ ജെയ്റ്റ്ലി 2019 രാഹുൽ ഗാന്ധിയെ ഭീഷണിപ്പെടുത്തി എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിടുന്നത്. അത് കാർഷിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട് സമരം നടത്തുന്നുണ്ടല്ലോ കോൺഗ്രസും
സോറോസിൻ്റെ ആളുകളും ഇല്ലേ, അതെ, അങ്ങനെ ആളുകളും ഒക്കെ ചേർന്നിട്ട് കാർഷിക നിയമത്തിനെതിരെ അതിർത്തിയിൽ ഡൽഹി ഹരിയാന അതിർത്തിയിൽ സമരം നടത്തുന്നു. അപ്പോൾ ആ സമയത്ത് ആണ് അരുൺ ജെയ്റ്റ്ലി ചെന്ന് രാഹുൽ ഗാന്ധിയെ കണ്ടതായിട്ട് രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നത്. 2020 കാർഷിക നിയമം പാസ്സാക്കുന്നത്. പാർലമെൻറ്റ് പാസ്സാക്കി, പാർലമെൻറ്റിൻ്റെ 2 സഭകളും പാസ്സാക്കി. എന്നിട്ട് അപ്പോൾ അരുൺ ജെയ്റ്റ്ലി 2020 ചെന്നിട്ട് രാഹുൽ ഗാന്ധിയോട് കർഷക നിയമമൊക്കെ പാസ്സാക്കി ഈ അതിർത്തിയിൽ സമരം നടക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ ചെന്ന് ഭീഷണിപ്പെടുത്തി എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ തുനിഞ്ഞിറങ്ങിയാൽ ഞങ്ങളുടെ കയ്യിൽ നിങ്ങളെ കൊടുക്കാൻ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ജെയ്റ്റ്ലി പറഞ്ഞു എന്ന്. അപ്പോൾ രാഹുൽ ഗാന്ധി തിരിച്ചു പറഞ്ഞു എന്ന്, ആരോടാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല, ഞങ്ങൾ ഭീരുക്കളല്ല, ഞങ്ങൾ ഒരിക്കലും കുനിയുകയില്ല, തനകുലിക്കില്ല എന്ന് അരുൺ ജെയ്റ്റ്ലിയോട് മറുപടി പറഞ്ഞു. ഞാൻ മകാനാണ്, എൻ്റെ അടുത്തൊന്നും നിന്റെ അഭ്യാസം നടക്കില്ല എന്നൊക്കെ ചില ഗുണ്ടകളൊക്കെ പറയുന്ന പോലെയാണ് ഈ രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പോൾ അരുൺ ജെയ്റ്റ്ലിയുടെ മകൻ രോഹൻ ഇന്നലൊരു കാര്യം പറഞ്ഞു. 2020 ഈ സംഭവം എന്നാണല്ലോ രാഹുൽ ഗാന്ധി പറയുന്നത്. കർഷക സമരം നടന്നതും അതിർത്തിയിൽ 2020. എൻ്റെ അച്ഛൻ അരുൺ ജെയ്റ്റ്ലി 2019 മരിച്ചുപോയി. അപ്പൊ സ്വപ്നത്തിലാണോ ഒന്ന് ഭീഷണിപ്പെടുത്തിയേ? എന്തു പറയാൻ പറ്റൂല്ലേ? ആ സ്വന്തം മകനല്ലേ വന്നേച്ച് പറയുന്നത്, അച്ഛൻ 1 വർഷം മുമ്പ് മരിച്ച് അതേ ആൾ അടുത്ത വർഷം വന്ന് രാഹുൽ വേറെ മകനല്ല, വേറെ ഒരാൾ പറഞ്ഞാലും 2019 അരുൺ ജെയ്റ്റ്ലി മരിച്ചുപോയല്ലോ, അടക്കിയതാണല്ലോ. അതെ, അപ്പൊ ഈ രാഹുൽ ഗാന്ധിയുടെ എന്ത് വിശ്വാസ്യതയുള്ളത് കാര്യങ്ങൾക്കൊക്കെ. മരിച്ചുപോയ ഒരാൾ പിന്നെ ഭീഷണിപ്പെടുത്തിയെന്ന്. ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും പറ്റി പറഞ്ഞ ആൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മറുപടി പറയുമല്ലോ. ഇത് വർഷത്തിന്റെ കാര്യം ഓർത്തില്ല, ഇങ്ങനെ ക്രോണോളജി അവിടെയാണ് തെറ്റുപറ്റി പോയതല്ലേ. വെറുതെ മരിച്ചുപോയ ഒരാളെ പറ്റി പറയാം എന്ന് വിചാരിച്ചു. പക്ഷെ അത് സമയവും ഡേറ്റും ഒക്കെ നോക്കണ്ടേ. മരിച്ചുപോയവരെ പറ്റി ആളുകൾക്ക് എന്തും പറയാമല്ലോ. അതെ. അപ്പോൾ അങ്ങനെ പറഞ്ഞാണ്. അപ്പോൾ മകൻ രോഹൻ തന്നെ രംഗത്ത് വന്നു. അദ്ദേഹം 2019 മരിച്ചാണ്, പിന്നെ 2020 വന്ന് എങ്ങനെയാണ് ഭീഷണിപ്പെടുത്തുന്നത്. അപ്പോൾ മാത്രമല്ല രോഹൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ സ്വഭാവമല്ല ഇത് ഈ പറയുന്നത്. അദ്ദേഹം ആളുകളെ പോയി അങ്ങനെ ഭീഷണിപ്പെടുത്താറൊന്നുമില്ല. അദ്ദേഹം കോടതികളിൽ വാദിക്കാറുണ്ട്, പിന്നെ കാര്യങ്ങൾ പറയാറുണ്ട്, ലോക്സഭയിലൊക്കെ കാര്യങ്ങൾ പറയാറുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ രീതി. അല്ലാതെ ഒരാളുടെ അടുത്ത് പോയിട്ട് നിന്നെ ശരിപ്പെടുത്തുമെന്ന് പറയുന്നൊന്നും അദ്ദേഹത്തിൻ്റെ രീതിയല്ല. BL സന്തോഷ്, BJPയുടെ ജനറൽ സെക്രട്ടറി, അദ്ദേഹം പറഞ്ഞു, ഭ്രാന്തന്മാർക്ക് മാത്രമേ ഈ മരിച്ചവരെ പറ്റി പോഴത്തം പറയാൻ പറ്റൂ എന്ന് സന്തോഷം പറഞ്ഞു. 2020 ജൂണിലാണ് 3 കാർഷിക ഓർഡിനൻസുകൾ കേന്ദ്രം പുറപ്പെടുവിക്കുന്നത്. ജെയ്റ്റ്ലി 2019 മരിച്ചുപോയി. 2020 ജൂണിലാണ് ഈ കാർഷിക നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. അതിനുശേഷം 2020 സെപ്റ്റംബറിലാണ് ബില്ല് വരുന്നത്, കാർഷിക നിയമങ്ങളുടെ ബില്ല് വരുന്നത്. 2 സഭയും ആ 3 ബില്ലുകളും പാസ്സാക്കി. അത് കഴിഞ്ഞിട്ടാണ് ഈ അതിർത്തിയിൽ 1 കൊല്ലത്തെ പ്രതിഷേധം നടക്കുന്നത്. ട്രാക്ടറുമൊക്കെ ആയിട്ട് ഉത്തർപ്രദേശിൽ നിന്നുമൊക്കെ വന്നൊക്കെ ഉള്ള ആളുകൾ, പഞ്ചാബിൽ നിന്നൊക്കെ ഉള്ള ഇറക്കിയ ആളുകൾ. ഇത് വലിയ പ്രതിഷേധം വന്നപ്പോൾ കഴിഞ്ഞ കൊല്ലം നവംബറിൽ ഈ നിയമങ്ങൾ മോദി സർക്കാർ പിൻവലിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പറയുന്ന ഈ രാഹുൽ ഗാന്ധിയുടെ വിശ്വാസ്യതയ്ക്ക് ഭയങ്കരമായിട്ട് കോട്ടം തരില്ല. കാരണം ഒന്നാമത് രാഹുൽ ഗാന്ധി പറയുന്നത് കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ശരിയാണ്, വോട്ടിംഗ് യന്ത്രം ശരിയാണ്, ബാക്കിയെല്ലാം ശരിയാണ്. ഇവിടെ 70 മുതൽ 80 വരെ സീറ്റ് 2024 തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തി എന്നൊക്കെയാണ് ഇപ്പം പറയുന്നത്. അപ്പോൾ ഓരോ തവണയും ഇങ്ങനെ വാക്കിന് വിലയില്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ജനങ്ങൾ നമ്മൾ ഈ അഴിമതി ആരോപണങ്ങൾ, ഇത്തരം ക്രമക്കേടുകളുടെ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ഇത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാന്ന് നമ്മൾ പറയുമല്ലോ, തെളിവ് വേണം. നമ്മളിവിടെ സംസാരിക്കുമ്പോഴും തീയതിയും ഇല്ലേ വർഷമൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ കാര്യം പറയാം. അപ്പോൾ ഇത് 70, 80, 90, 100 സീറ്റിൽ റിഗ്ഗിങ് എന്ന് പറഞ്ഞാൽ ഇത്രയും സീറ്റിൽ ഇല്ലേ, 43 എങ്കിൽ 43 സീറ്റിൽ ഇതാ പട്ടിക, ഇന്ന മണ്ഡലം,
ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ രാഹുൽ ഗാന്ധിജിയെ പോലെ ഒരാൾ സംസാരിക്കേണ്ടത്? ആധികാരികത വേണം അല്ലേ? ആധികാരികത വേണം. ഇതൊന്നുമില്ല, ഒരു പിടിപാടും ഇല്ലാതെയാണ്. ആരോ ഏതോ എന്തോ ഇങ്ങനെയോ. കവികൾക്ക് പറയാം, അവർ സ്വപ്ന ലോകത്തിലല്ലേ, ഭാവനയല്ലേ. ഇയാൾക്ക് പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് മാണിക്യം ടാഗോർ എന്ന് പറഞ്ഞ് വേറൊരു വിവരദോഷിയുണ്ട് കോൺഗ്രസ്സിൽ, MP, തമിഴ്നാട്ടിൽ നിന്നുള്ള. ഈ മാണിക്യം ടാഗോർ വിപ്പ കോൺഗ്രസിൻ്റെ. അയാൾ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ രക്ഷയ്ക്ക് വന്നു. എന്താണെന്നറിയോ പുള്ളി പറഞ്ഞ? രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത് ഫാം ബില്ലല്ല, ലാൻഡ് അക്വിസിഷൻ ബില്ലാണെന്ന്. കർഷക സമരത്തിൽ നിന്ന് മാറി അല്ലേ? മാറി. പക്ഷെ രാഹുൽ ഗാന്ധി പറഞ്ഞല്ലേ നമ്മുടെ മുമ്പിലുള്ളത്. അതെ അതെ, കർഷക സമരം എടുത്ത് പറയുകയും ചെയ്തു. മാത്രമല്ല മറ്റേതിൻ്റെ അകത്ത് ലാൻഡ് അക്വിസിഷന്റെ കാര്യത്തിലല്ലല്ലോ ഈ വലിയ സമരം നടത്തിയിരിക്കുന്നത്. അതെ അതെ, കാർഷിക നിയമത്തിന്റെ കാര്യത്തിലല്ലേ. അതെ, മറ്റേതിന്റെ കാര്യത്തിൽ ഭീഷണിപ്പെടുത്തേണ്ട കാര്യം ഉദിക്കുന്നില്ലല്ലോ. അപ്പൊ കാർഷിക സമരം എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാഹുൽ ഗാന്ധിക്ക് തിരുത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് തെറ്റിപ്പോയി ഇതാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ പോരെ. മറ്റയാളുടെ സഹായം ഒന്നും വേണ്ട. രാഹുൽ ഗാന്ധിക്ക് ട്വിറ്ററിലോ അല്ലേ വന്നിട്ട് ഇത് സ്ലിപ്പ് ഓഫ് ദി ടങ് ആയിരുന്നു, ഇങ്ങനെയായിരുന്നു, ഞാൻ ഉദ്ദേശിച്ചതായിരുന്നു. ഇതിപ്പോ വർഷം മാറിപ്പോയി. അപ്പോ ഭൂപേഷ് ബാഗൽ, കോൺഗ്രസ് ഛത്തീസ്ഗഡിലെ പഴയ മുഖ്യമന്ത്രി, വന്നിട്ട് പറഞ്ഞു രാഹുൽ ഭൂപേഷ് ബാഗൽ പക്ഷെ അങ്ങനെ മാണിക്യൻ ടാഗോറിനെ പോലെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേഷ് ബാഗൽ, ഛത്തീസ്ഗഡ്. പുള്ളി പറഞ്ഞു രാഹുൽ ഗാന്ധി മരിച്ചയാളുടെ പേര് ഒരു തവണയല്ലേ പറഞ്ഞുള്ളൂ. പക്ഷെ BJP-ക്കാർ പലതവണ മരിച്ചുപോയ ആളുകളെ പറ്റി ഈ പലതും അടിസ്ഥാനരഹിതമായിട്ട് പറയുന്നുണ്ട്. നെഹ്റുവിനെ പറ്റി, ഇന്ദിരയെ പറ്റി, രാജീവിനെ പറ്റി ഒക്കെ. അപ്പോൾ ഭൂപേഷ് ബാഗൽ രാഹുൽ ഗാന്ധിയെ ഊരിയില്ല. മരിച്ചയാളെ പറ്റി തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പക്ഷെ മരിച്ച ആളുകളെ പറ്റി BJP-യും പറയുന്നുണ്ടല്ലോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പം ഇങ്ങനെ പുലിവാല് പിടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇയാൾ എത്ര തവണ എത്ര കോടതിയിൽ ഇയാൾക്ക് വേണ്ടി ആ വക്കീല് മനു അഭിഷേക് സിംഗ്വി പലയിടത്തും ഹാജരാകുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അയാൾ വാദിക്കുന്നത്, അതോ അയാൾ എന്തുകൊണ്ടാണ് നിരന്തരമായിട്ട് കേസ് തോൽക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എല്ലായിടത്തും പോയി. RSS ആണ് മറ്റേ ഗാന്ധിയെ കൊന്നത്, ഗോഡ്സെ RSS ആണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ RSS കൊണ്ടുപോയി കേസ് കൊടുത്തു. ഇയാൾ കോടതിക്ക് പോയി മാപ്പ് പറഞ്ഞു. ഇപ്പൊ പൂനെയിൽ കേസ് കിടക്കുന്നുണ്ട്. മറ്റേ സവർക്കർ ഒരു പുസ്തകത്തിൽ എഴുതി, ഒരു ദിവസം ഞാനും ചില സുഹൃത്തുക്കളും കൂടി ഒരു മുസ്ലിം യുവാവിനെ തല്ലി, അന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായത്. സവർക്കർ പുസ്തകത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ലണ്ടനിൽ പ്രസംഗിച്ചു. സവർക്കറുടെ കൊച്ചുമകൻ കൊണ്ടുപോയി പൂനെയിൽ കേസ് കൊടുത്തിരിക്കുക. ഇത് ഏത് പുസ്തകത്തിൽ? ഇതാ ഞാൻ നേരത്തെ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഇന്ന പുസ്തകത്തിൽ ഇന്ന പേജ്, ഇന്ന ഇത്രാമത്തെ ഖണ്ഡിക എന്നല്ലേ പറയുക. അങ്ങനെയല്ലേ രാഹുൽ ഗാന്ധി പറയണ്ടേ? ഇങ്ങനെയാണ് ഇയാൾ സംസാരിക്കുന്നത്. ആരൊക്കെയോ ഇയാളെ കൊടുക്കാൻ വേണ്ടി പറയുന്നതൊക്കെ ഇയാൾ. പിന്നെ ഇയാൾ പറഞ്ഞു മറ്റേ ഗാന്ധിയെ തീവണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടത് ഇംഗ്ലണ്ടിലാണ് എന്ന് പറഞ്ഞില്ലേ? അത് സൗത്ത് ആഫ്രിക്കയിലെ നത്താളിൽ വെച്ചിട്ടാണ് ഇറക്കി വിട്ടത്. മാത്രമല്ല ഗാന്ധി ഇറക്കി വിട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ടിക്കറ്റിന്റെ പ്രശ്നവും ഒക്കെ ഉണ്ടെന്ന്. അന്ന് മറ്റവർക്ക് സായിപ്പിന് മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഇറക്കി വിട്ടതാണ്. ശരിക്കുള്ള അതിൻ്റെ കഥ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഈ വർഗ്ഗക്കാരനായതുകൊണ്ടോ റേസിസം കൊണ്ടോ ഇറക്കി വിട്ടാണെന്നൊന്നും കഥയിലില്ല. ശരിക്കുള്ള ഗാന്ധിയുടെ കഥ വായിച്ചു കഴിഞ്ഞാൽ പലരും അങ്ങനെ പോയിട്ടുണ്ട്. മാത്രമല്ല ഗാന്ധിയോട് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുക്കുക ചെയ്തത്. അങ്ങനെയാണ് ഗാന്ധി കഥ വിവരിച്ച സ്ഥലത്തുള്ളത്. പിന്നെ നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ച പോലെ അല്ല ആ കഥ. അപ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ സൗത്ത് ആഫ്രിക്കയിലെ നെറ്റാളിൽ നടന്നൊരു സംഭവം ഇംഗ്ലണ്ടിലാണെന്നല്ലേ ഇയാൾ പറഞ്ഞത്. ഇയാളെ നന്നാക്കാൻ വേണ്ടി 1.5 മണിക്കൂർ ഇയാളുടെ തന്നെ ആള്, നമ്മുടെ സന്ദീപ് ദീക്ഷിത് ഇയാൾ ഇന്റർവ്യൂ ചെയ്താണ് യൂട്യൂബിന് വേണ്ടി. മറ്റു പത്രപ്രവർത്തകർ പോയി ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇയാൾ പോഴത്തം പറയുന്നു. എന്നാൽ പിന്നെ നമ്മൾ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് സന്ദീപ് ദീക്ഷിത് ചെയ്തതാ. അതിലാണ് ഈ മണ്ടത്തരം പറഞ്ഞത്. ഇയാൾക്ക് ചരിത്രം അറിയില്ല, ചരിത്ര ബോധവും ഇല്ല, ഒന്നും വായിക്കുകയില്ലല്ലോ. ഇങ്ങനെ പട്ടായയിലും ബാങ്കോക്കിലും ഒക്കെ പോയി ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ഇതൊന്നും അറിയില്ല, ഒരു ധാരണയില്ല, ഒരു വിവരവും ഇല്ല. അതാണ് ഈ
മരിച്ചുപോയ ആൾ വന്ന് ഭീഷണിപ്പെടുത്തി എന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.